ഹോസ്പിറ്റലിലൊക്കെ പോയി മടുത്ത് വരുന്ന ദിവസങ്ങളാണ് മിക്കപ്പോഴും ഉള്ളത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള ടൈമൊന്നും പൊതുവേ കിട്ടാറില്ല. പക്ഷെ എന്തോ ഇന്ന് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് നമുക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് പോവാം. വെറുതെ ഒരുപാടില്ല, പക്ഷേ ആലപ്പുഴയുടെ ഭംഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേകം തന്നെ കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ചെന്ന്, പക്ഷെ എന്നാലും നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ അവിടെ. എനിക്ക് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുണ്ട്, നമ്മൾ പോയപ്പോൾ കണ്ട കേട്ടോ താറാവുകളെയൊക്കെ. അതൊക്കെ എല്ലായിടത്തും ഇപ്പോൾ കാണാൻ പറ്റാറില്ല ശരിക്കും. ഇത് പാടമാണ് കേട്ടോ, പാടത്ത് നിറയെ വെള്ളം കയറി കിടക്കുന്നത് കാണുന്നത് നല്ല രസമുണ്ടല്ലേ. ശരിക്കും ചില കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതെല്ലാം വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാര്യം നടക്കുന്നതിനൊപ്പം വീഡിയോ എടുക്കാനുള്ളൊരിതൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് പോയി വരുന്നതല്ലേ. എന്നാലും നല്ല ഒരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾക്കിത്. ഒരു റിലാക്സേഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്ന് രാവിലെ എണീറ്റ് ഹോസ്പിറ്റലിൽ പോയി വരുന്നു, ക്ഷീണിക്കുന്നു, കിടക്കുന്നു. അതിനകത്തുനിന്നൊരു ചേഞ്ചാണ് ശരിക്കും ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നല്ലേ കാണാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും വെള്ളം കയറി കിടക്കുന്നതാണ്, അല്ലാണ്ട് അതൊരു പുഴയോ കടലോ അങ്ങനെ ഒന്നും ഉള്ളതല്ല കേട്ടോ. അത് വെള്ളം കയറി കിടക്കുന്ന ആ പാടത്ത്. തെങ്ങൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ചില സീനറീസ് ഭയങ്കര അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ സീനറീസ് ഭയങ്കര നമുക്ക് വേറെ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. വെള്ളം കയറി കിടക്കുന്നത് കാണുന്നതാണ് കേട്ടോ. ഇതെല്ലാം വെള്ളം തന്നെയാണ് അവിടെ കാണുന്നത്. ഈ വെള്ളം തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. പക്ഷേ ഈവനിങ്ങിൽ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്സായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ കുറച്ചും കൂടി റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായത് കേട്ടോ. നമ്മളെപ്പോഴും വയ്യ എന്ന് പറഞ്ഞിരുന്നാൽ ഇരിക്കാനേ നമുക്ക് സമയം